നൈറ്റ് ഞാനിതാ ഈ കാണുന്നൊരു വീട്ടിലേക്ക് കയറി പോകുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും. സംഭവം ഇവിടെ നിന്നൊരു പരിപാടി നടക്കുന്നുണ്ട്, ചെറുതായിട്ടൊരു പരിപാടി തന്നെ. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു റിസപ്ഷൻ നടക്കുന്നുണ്ട്. എൻ്റെ കമ്പനിക്കാരൻ്റെ അമ്മ കേട്ടോ ഇതാ കണ്ടത്. ഇതാ ഈ നന്ദുവേട്ടൻ്റെ ഒരു റിസപ്ഷൻ്റെ പരിപാടിക്ക് വന്നതാണ്. അതായത് എൻ്റെ അമ്മേൻ്റെ ഏച്ചീൻ്റെ അങ്ങനെ ഫാമിലിയാണ്, അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി തന്നെയാണ്. അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ പറയാൻ എനിക്കല്ലതാ. ഇതാണ് ചന്ദനമുട്ടി, പറയാറിയിട്ടല്ലോ കേട്ടോ, ചന്ദനയാണിത്, ചന്ദനക്കുട്ടിയാണ്. അന്നപ്പോൾ അതാ അവിടെ എല്ലാ മാമന്മാരുണ്ടായിരുന്നു. ഇതാണ് കട്ടയ മാമൻ, എല്ലാവരും ഉണ്ടായിരുന്നു. അതവിടെ ഇതാ പാറു, സോനു, ഗോപു എല്ലാവരും ഉണ്ടായിരുന്നു. ഇതാ അമ്മയുണ്ട്, എല്ലാവരും ഹാപ്പിയാണ്. അമ്മനെ വിളിക്കേണ്ട മനു ഉണ്ടായിരുന്നു. ഇതാ പാറു വീഡിയോ എടുക്കുന്നത് കണ്ട് പാറു ആകെ ഹാപ്പിയാണ്, സോനുട്ടൻ ഹാപ്പിയാണ്. എല്ലാവരും ഉണ്ട്. ഇതാ ചന്ദനോട് കുറേ സംസാരിച്ച്, ചന്ദന ആൾ ഉഷാറാണ് കേട്ടോ, ആര് ആക്റ്റീവാണ്, LLB അഡ്വക്കേറ്റൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞാൽ. നമ്മളെ ഫാമിലി കുറേ ആൾക്കാരുണ്ട്, പാറൂട്ടി ഉണ്ട്, എല്ലാവരും കൂടെ അവിടെ ഉഷാറായിരുന്നു. അന്നപ്പോൾ ഉണ്ട് ഒരുത്തൻ്റെ മുന്നിലേക്ക് വന്നിട്ട് ഇതാ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം നോക്കി ലൈക്കൊക്കെ കൂടുന്നുണ്ട്. ഒരാൾക്ക് ഫോണിലെടുത്ത് കാണിച്ചെന്ന് ഇത്ര ലൈക്കൊക്കെ കൂടുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ അവൻ്റെ ഏതൊരു വീഡിയോ റീച്ച് ആവുന്നുണ്ട്, അവനെന്തോ ഒരു അക്കൗണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ. സംഭവം ആൾ ഭയങ്കര അത്ഭുതത്തോടെയാണ് സംഭവം കാണുന്നത്. അതേപോലെ നമ്മളതാ ശ്രീമോൾ അവിടെ ഇരിക്കണ്ടേനി. ശ്രീമോൾ പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കല്ലേ, എൻ്റെ വീഡിയോ ഒന്നും എടുക്കല്ലേ, ആകെ മടിയായി കളിക്കണ്ടേനി. ആളെയും വീഡിയോ ഞാൻ എടുത്ത്, ആൾ ഭയങ്കര ഹാപ്പിയാണ് എന്തൊക്കെ പറഞ്ഞാലും. അതേപോലെ സോനുട്ടിന് ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സംസാരിച്ചതിന് ശേഷം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും ഇവിടെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചിക്കുമാമ നേരത്തെ പോകണമെന്നുണ്ട്, പാറും എല്ലാവരും പോയി. പിന്നെ ഞാൻ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല നെയ്ച്ചോറും അതേപോലെ തന്നെ ചിക്കൻ കറിയായിരുന്നു ഫുഡായിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനും അച്ഛനുമായിരുന്നു ഉണ്ടായിരുന്നത്, ബാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനും ഞാനും കൂടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. സംഭവം എന്തൊക്കെ പറഞ്ഞാൽ കിടിലൻ ഫുഡാണ്, നല്ല നെയ്ച്ചോറും അതേപോലെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഞാനും അച്ഛനും കൂടെ സ്പീഡായിട്ട് കഴിച്ചു. അങ്ങനെ സംഭവം കിടിലൻ തന്നെയുണ്ട്, ഒരു രക്ഷയില്ല, ടേസ്റ്റ് ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. നെയ്ച്ചോറും ചിക്കൻ കറി ആയാലും അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, രക്ഷയില്ല. സംഭവം ടേസ്റ്റി ഫുഡ് തന്നെയെന്ന് വേണമെങ്കിൽ പറയാം, അത്രയും അടിപൊളിയായിരുന്നു. അന്നപ്പോൾ പിന്നീട് അതിന് ശേഷം അമ്മയോട് എനിക്ക് കുറച്ച് ഫുഡ് എടുത്തു തരാം. അപ്പോൾ അമ്മ പോയി എടുത്ത് കൊണ്ടു തന്ന്. എനിക്ക് പോയി എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും, എനിക്ക് പോയി എടുക്കാം, അമ്മ എടുത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് പറഞ്ഞാണ്. അല്ലാക്കി കാലിലായിട്ടൊന്നുമല്ല, ഇനി അങ്ങനെയും വരും കുറേ കമൻറ്റ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ തൈരും ആ കൂടെ കൂട്ടി ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ സ്പൂണായിട്ട് കഴിച്ചു. നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതല്ല, പരിപാടിക്ക് പോയതാണ്. അതിൻ്റെ കൂടെ ഫുഡ് കഴിക്കുന്നത് അങ്ങനെയോ വിചാരിക്കാവുള്ളൂ. ഇത് ഫുഡ് കഴിക്കുന്ന വീഡിയോ തോരണ്ടാവും, അതിപ്പോൾ പറഞ്ഞിട്ടല്ല, അതാ എടുത്ത തോനെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് കഴിച്ച് എൻജോയ് ചെയ്ത് സംഭവം ഹാപ്പിയാണ്, നല്ല ഫുഡ് എനിക്ക് കിട്ടില്ല. അതേപോലെ നമ്മളെ ഗോപുട്ടൻ, സോനുട്ടൻ എല്ലാവരും എൻ്റെ കൈമത്തിന് തൂങ്ങി നടക്കേണ്ടതിന്. സോനുട്ടൻ ഇങ്ങനെ ഫോണിൽ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കേണ്ടതിന്, ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, ആൾ വെറുതെ തന്നെ പറ്റിക്കുകയാണ്. ആളിൻ്റെ പിന്നാലെ തന്നെയാണ് ഉണ്ടാവില്ല. ഇപ്പോൾ ചെറുപ്പം മുതലേ ഓൻ്റെ കൂടെ തന്നെ സോനും ഗോപുവും അച്ചും ഒക്കെ എല്ലാവരും മെയിനായിട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവില്ല. അതായത് ചീരാമുളക് ഉണ്ടേനി, ചീരാമുളക് സർബത്താണ്, ആൾ ഉഷാറാണ്, ചിരുവാണ്. അതേപോലെ ഇവിടെ വന്ന് എല്ലാവരും ഇങ്ങനെ ഹാപ്പിയായി എൻജോയ് ചെയ്ത്. അതേപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളുണ്ട്. നമ്മളെ ചെക്കൻ നന്ദുവേട്ടനെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നന്ദുവേട്ടൻ ആളോട് എല്ലാവരോടും സംസാരിക്കുന്ന തിരക്കിലും കുറേ തിരക്കുകളിലായിരുന്നു. അതിനിടയിൽ ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. കുറച്ചുകൂടെ ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ ആൾക്ക് കാണാലോ എന്നുള്ളൊരു ചിന്തയിൽ എടുക്കുന്നൊരു വീഡിയോ കൂടിയാണ്. ആൾ ഭയങ്കര ഹാപ്പി. ഇടയ്ക്ക് നമ്മൾ നോക്കുന്നുണ്ട്, പക്ഷെ എന്നാലും സംസാരിക്കാതെ സമയം കിട്ടുന്നില്ല, അവിടെയുള്ള തിരക്കുകളിലും കാര്യങ്ങളിലും ഒക്കെ ആയിപ്പോയത് കൊണ്ടാണ് കേട്ടോ. അതേപോലെ നമ്മളെ ചന്ദനക്കുട്ടി അവിടെ ഉണ്ട്. ചന്ദനക്കുട്ടി ആകെ തിരക്കിലാണ്, എല്ലാം കൊണ്ടും എല്ലാവരും തിരക്കിലാണ്. ആ സമയം അങ്ങനെയാണല്ലോ, തിരക്കുകളും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ പണികളിലായിരിക്കുമല്ലോ, അതന്നെയാണല്ലോ. അതേപോലെ ഗ്രൂപ്പ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവിടുന്ന്, ഫാമിലി എല്ലാവരും കൂടി അടിപൊളി ഫോട്ടോ എടുക്കലും കാര്യങ്ങളിലും തിരക്കുകളിലും അങ്ങനെ ഒരു റഷായിട്ടുള്ളൊരു നിമിഷമാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ സോണി മാമിനെ കണ്ട്, സോണി മാമിയുടെ വീഡിയോ ഒക്കെ എടുത്ത് ഇടട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേണ്ടേ? അതിനുശേഷം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നന്ദുവേട്ടൻ്റെ അടുത്ത് വന്നിട്ട് 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തരുന്നുണ്ട്, എനിക്ക് ഇഷ്ടാവോന്ന് എനിക്കറിയില്ല, നോക്കാം. ഓ നിങ്ങൾ പറയൂ. ഒരു സോഷ്യൽ അവയർനെസിന്റെ സംഭവമാണ് മുല്ലപ്പെരിയാറ് സംബന്ധിച്ചിട്ടുള്ള. പക്ഷെ എന്താ തീരില്ല, താലി കെട്ടുമ്പോ കൈ വിറയ്ക്കോ? ഇല്ല, ഒരിക്കലും ഉറപ്പാണോ? പിന്നില്ലാതെ. കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ അമ്മേൻ്റെ അടുത്ത് കുറേ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഹാപ്പിയാണ്. അമ്മയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, എല്ലാവരും സജീവമായിട്ട് അവിടെ ഉണ്ട്, ഉഷാറാണ്, ഹാപ്പിയാണ് എല്ലാവരും. അതിനുശേഷം അമ്മേൻ്റെ ഫാമിലിയുള്ള കുറേ ആൾക്കാരെ പരിചയപ്പെടുത്തി. എനിക്ക് എല്ലാവരും അറിയില്ല കേട്ടോ, അത് അവരൊക്കെ ഫാമിലി ഉള്ളവരാണെന്ന് പറഞ്ഞ് ഹാപ്പി ആയിരുന്നു എല്ലാവരും. എല്ലാം കൊണ്ടും ഹാപ്പിയാണ്, കാരണം അങ്ങനെ ഒരു മൊമെൻ്റ് ആണല്ലോ. എല്ലാവരും വീഡിയോയിലൊക്കെ എടുത്ത് അന്നപ്പോൾ തിരിച്ച് വീട്ടിലേക്കൊക്കെ പോവാണ്. എന്തൊക്കെ പറഞ്ഞാലും നാളെയാണ് കല്യാണം, അതായത് നാളെ തന്നെ വേറെ വീട്ടിലാണ്.